യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഒരു യാത്ര പോയിരുന്നു, ആൾ ഇന്ത്യ. അപ്പോൾ അന്ന് മിസ്സായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, കാശ്മീർ, നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കാണ് അമ്മ പറഞ്ഞത് അതല്ല, അമ്മയ്ക്ക് കുറേ ക്ഷേത്രങ്ങളൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ അമ്മയുടെ ആഗ്രഹം കൂടെ കണക്കാക്കിയിട്ടാണ്, അമ്മയ്ക്ക് 80 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹം കൂടെ കണക്കാക്കിയിട്ടാണ് ഇപ്രാവശ്യത്തെ യാത്ര ക്ഷേത്രങ്ങളിലേക്കായത്. അയോധ്യ, വാരണാസി, ബോധ്ഗയ, കൽക്കട്ടയിലെ കുറെ ക്ഷേത്രങ്ങള്, അതുപോലെ തന്നെ ഒറീസ, ഇവിടെയൊക്കെ പോയിട്ട് വരാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ യാത്രയുടെ വിശദ വിവരങ്ങൾ യൂട്യൂബിലൂടെ ഇടാം എന്ന് കരുതി. അപ്പം യൂട്യൂബില് ഓരോരോ എപ്പിസോഡുകളായിട്ട് വരും, നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ യാത്ര അല്ലേ 32 ദിവസത്തെ യാത്രയുടെ തുടക്കമാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോണത്? ബാംഗ്ലൂരിന്ന് ഹൈദരാബാദ്, ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ, നാഗ്പൂരിൽ നിന്ന് അലഹബാദ്, അലഹബാദിൽ നിന്ന് അയോധ്യ, അയോധ്യയിൽ നിന്ന് വാരണാസി വഴി ഗയ, കൽക്കട്ട, ഒറീസ, വിശാഖപട്ടണം, വിജയവാഡ, മധുരൈ വഴി തിരുവനന്തപുരം. 32 ദിവസത്തെ യാത്രയുടെ തുടക്കമാണ്. അപ്പൊ എല്ലാരും കൂടി ചേർത്തും ജയ് വിളിച്ചു. സമയം പുലർച്ചെ 4:15. ഞങ്ങൾ യാത്ര തുടങ്ങുന്നു. ചെറുതായി മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്യാം എന്നാണ് കരുതുന്നത്. 12 മണിക്കൂർ 56 മിനിറ്റ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. 722 കിലോമീറ്റർ. നാഷണൽ ഹൈവേ 66 നാഗർകോവിൽ വരെ എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനം തന്നെയാണ്. അത്ര മോശം റോഡാണ്. ബാലരാമപുരം കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ നാഗർകോവിൽ വരെ. വെളുപ്പിനെ ആയതിനാൽ കുറച്ച് തിരക്ക് കുറവുണ്ടാവും എന്നേ ഉള്ളൂ. ലോറികൾ ധാരാളമുണ്ട്. ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് വടശ്ശേരി മാർക്കറ്റ്. കണ്ട, വടശ്ശേരി. ഇത് രാത്രി ആയതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. വടശ്ശേരി വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. രാജാവിന്റെ ഭരണകാലം തൊട്ടേ ഉള്ള മാർക്കറ്റ്. ഇപ്പോൾ NH 944 യാത്ര ചെയ്യുന്നത്. നാഗർകോവിൽ ബൈപ്പാസാണ്. ഈ റോഡ് നേരെ ചെന്ന് ചേരുന്നത് കന്യാകുമാരി ശ്രീനഗർ ഹൈവേയിലേക്കാണ്. NH 44. അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ നമ്മൾ ആദ്യത്തെ ടോളാണ്. എത്ര രൂപയാണ്? രൂപയൊക്കെ മായ്ച്ചു വെച്ചു. പൈസയൊക്കെ മായ്ച്ചു വെച്ചിരിക്കുന്നു. പൈസ ഒന്നും കാണുന്നില്ല. എല്ലായിടും മായ്ച്ചു വെച്ചിരിക്കുന്നു കേട്ടോ. കാറിന് 40 രൂപ. ഇപ്പൊ കൂടി കിടക്കുന്നുള്ളൂ. 250, 300 ഒക്കെ വരും. ഇല്ലമ്മേ, തോവാളയിൽ പൂക്കൾ ഉണ്ടായിരുന്നുള്ള ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തോവാളെ വന്നു പൂക്കൾ അന്വേഷിച്ച്. വന്നപ്പോ ഉണ്ടല്ലോ ഇവിടെ പൂക്കളുടെ തോട്ടമൊന്നും ഇല്ല. പൂക്കള് ബാംഗ്ലൂരിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റേ മൈസൂരിൽ നിന്നും വന്ന് കൊണ്ടുവരുക. മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. പൂക്കളുടെ മാർക്കറ്റാണ്. അതല്ല ഏറ്റവും രസം. ഞങ്ങളത് ഇവിടുന്ന് അന്വേഷിച്ചിട്ട് ഇവിടുത്തുകാർക്കാർക്കും അറിയത്ത് പോലും ഇല്ല. അവരന്വേഷിച്ച് പൂക്കൾ അങ്ങ് ഇരിക്ക. വേറൊരാട് ചോദിക്കും പൂക്കൾ അങ്ങ് ഇരിക്ക. അയാൾ പറയുന്നത് മാർക്കറ്റ് താ ഇருக்கு. അവരെല്ലാം പറയുന്നത് മാർക്കറ്റ് പോക, ഞങ്ങ മാർക്കറ്റിൽ പോക. ഷൂട്ട് ചെയ്യാനായിട്ട് പൂക്കളുടെ തോട്ടം അതെല്ലാം എങ്ക ഇല്ലേ. എത്ര കൊട്ട പൂ നിങ്ങൾ വേണം, ഞങ്ങൾ വാങ്ങി തരാമെന്ന് ഓർഡർ കൊടുക്കാൻ 500 രൂപ കൊടുത്താലേ പൂക്കൾ കൊണ്ടുവന്നത്. നമുക്ക് അതല്ലല്ലോ വേണ്ട. പിന്നെ നമ്മൾ തീരുമാനിച്ചു ഒരു കൊട്ട പൂ മേടിച്ച് ഇങ്ങനെ തലവഴി ഇങ്ങനെ ഇട്ടാലോ എന്ന്. പൂ കാണാഞ്ഞിട്ട് പൂന്തോട്ടം ഇല്ലാത്തതുകൊണ്ട് അവസാനം പൂ അതിന് ഒരാളെ പറഞ്ഞ് ഏർപ്പാടാക്കി വിടുകയൊക്കെ ചെയ്തു. ഒരാൾ സ്കൂട്ടറിൽ പോയി പൂവും കൊണ്ട് വരാതെ പറഞ്ഞ് പോയിട്ട് പിന്നെ അങ്ങനെ കണ്ടതേ ഇല്ല. അങ്ങനെ പൂക്കളെല്ലാം ബുക്ക് ചെയ്ത് നമ്പർ രൂപത്തിൽ നല്ലൊരു പൂക്ക് നോക്കി. ഞങ്ങള് പൂത്തോട്ടം തപ്പി നേരം വെളുത്ത് ഉച്ച വരെ വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടി.
എന്നിട്ട് അവസാനം ചെന്നൊരു ഉണക്കപ്പൂന്തോട്ടം കിട്ടി കരിഞ്ഞ് അങ്ങ് കുഞ്ഞ് ഓരോ പൂക്കൾ. പിന്നെ അവിടെ അങ്ങ് ഷൂട്ട് ചെയ്ത് അതൊക്കെയാണ്. കിഴക്ക് വെള്ളം കീറുകയെന്ന് പറയും അല്ലേ? അല്ലേ ഇപ്പൊ പണ്ട് അങ്ങനെയല്ലേ പറയുന്നത്? വെള്ളം കീറി എന്ന് പറയും. പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോ ഇവിടെ മഴയായിരുന്നു. നമ്മള് വിചാരിച്ച കേരളം വിട്ട് കഴിഞ്ഞാൽ മഴ മാറുമെന്ന്. ഇവിടെ മഴ നല്ല മഴയുണ്ട് അല്ലേ? നല്ല മഴ ഇന്നലേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഇവിടുത്തെ സബ്സ്റ്റേഷനാണ്, ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷൻ. അതിന്റെയാണ് നമ്മുടെ ആ കിലോമീറ്റർ ആണ്, നമ്മുടെ ഓടിക്കുന്ന വണ്ടിയുടെ കിലോമീറ്റർ കാണും. ഇത് വർക്ക് ചെയ്തില്ല കേട്ടോ. അപ്പുറത്തോട്ട് പോകുന്ന വണ്ടിയുടെ കിലോമീറ്റർ ആണ് കാണുന്നത്. 70. അത് മനസ്സിലായിരുന്നു. ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ? അവിടെ എഴുതി കണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ ആണ്. നമ്മൾ എത്ര സ്പീഡിലാണ് പോകാന്ന് അതിൽ കാണും. കണ്ട പ്രതിമ കണ്ട അല്ലേ? ഭയങ്കരമായിട്ട് ഇത്തരം കുറെ പ്രതിമകൾ കാണാം നമ്മൾ പോകുന്ന വഴിക്ക്. വലിയ ഹ്യൂജ് പ്രതിമകൾ. ആഞ്ജനേയ സ്വാമി നോർത്തിലോട്ട് കയറി കഴിഞ്ഞാൽ മുഴുവൻ ഹനുമാൻ സ്വാമിയുടെ പ്രതിമകളായിരിക്കും. അപ്പൊ നമ്മുടെ വേണ്ട രണ്ടാമത്തെ ടോൾ ബൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. 500 മീറ്റർ കഴിയുമ്പോൾ രണ്ടാമത്തെ ടോൾ ബൂത്ത് ആവും. എത്ര 110 കാണിച്ചു അല്ലേ? 110. മഹത്തായ പോയിരിക്കുന്നു. 40, 110, 150 രൂപ പോയി കിട്ടി. മൂന്നാമത്തെ ടോള് അല്ലേ? എത്ര രൂപ ഇവിടെ? 125 രൂപ. കാറ്, വാന്, ജീപ്പ്. ലോറിയുടെ ഒക്കെ നോക്കണം. മറ്റേ 650 രൂപ 800 രൂപയൊക്കെയാണ് ലോറിക്ക്. ഇതാണ് സാലേപ്പുത്തൂർ ടോൾ പ്ലാസ. സാലേപ്പുത്തൂർ ടോൾ പ്ലാസ. ഇതുവഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഹോട്ടലാണിത്. കോവിൽപ്പെട്ടിയിലുള്ള ശരവണ ഭവൻ. വിശാലമായ കാർ പാർക്കിംഗ്, വൃത്തിയുള്ള ടോയ്ലറ്റ്, നല്ല ഭക്ഷണം, കുട്ടികൾക്ക് കളിക്കാനും കുറച്ച് സമയം വിശ്രമിക്കാനുമൊക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട്. എങ്ങനെയുണ്ട് കോവിൽപ്പെട്ടി ശരവണ ഭവനിലെ ബാത്റൂം? സൂപ്പറായി പോയില്ലേ? ഇനിയിപ്പോൾ പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് വിശപ്പുണ്ട്. ഇവിടെ നിന്നും കഴിച്ചിട്ടുള്ളപ്പോഴൊന്നും ഭക്ഷണം മോശമായി തോന്നിയിട്ടില്ല. ഞങ്ങൾ വാങ്ങിയ എല്ലാ ഭക്ഷണവും നല്ലതായിരുന്നു. റേറ്റും അത്ര കൂടുതലല്ല. നല്ല സാമ്പാർ ഇഷ്ടപ്പെട്ടു. അമ്മ പൊങ്കൽ തന്നെ. അമ്മയ്ക്ക് പൊങ്കൽ കൊള്ളാമോ? ഞാൻ പിന്നെ മസാല ദോശ, നമ്മുടെ സ്ഥിരം മസാല ദോശ. കേരളം വിട്ടാലും മസാല ദോശ, കേരളം വിട്ടാലും ഇഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റ് അതിൽ കലക്കി അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് മധുര 3 മണിക്കൂറാണ്. എത്ര മണിയായി? 9, 8, 8:15, 9:15, 10:15, 11:15 ആകുമ്പോഴേ മധുര എത്തുള്ളൂ. അപ്പോൾ മധുര കഴിഞ്ഞിട്ടുള്ള ATB ഏതെങ്കിലും ATB ഹോട്ടലിൽ കയറാം. സേലത്ത് ഊണ് കഴിക്കാം. കറക്റ്റ് ആയിരിക്കും. അതെ അല്ലേ? അപ്പൊ നമുക്ക് സേലത്തൂന്ന് ശാപ്പാട് ചേട്ടാ. സേലത്തുള്ള ATB சொன்ன மாதிரி. ஆனா அப்படி எல்லாம் சொல்ல மாட்டேன். அப்படி இப்படி எல்லாம் சொல்ல மாட்டேன். சொன்ன மாதிரிதான் അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാതയാണ് NH 44.
ഇന്ത്യയുടെ വടക്കേയറ്റത്തെയും തെക്കേയറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും ആരംഭിക്കുന്ന ഈ ഹൈവേ ഇന്ത്യയുടെ തെക്കേ മുനമ്പായ കന്യാകുമാരിയിൽ അവസാനിക്കുന്നു. ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങി മൊത്തത്തിൽ 11 സംസ്ഥാനങ്ങളിലൂടെ ഈ ഹൈവേ കടന്നു പോകുന്നുണ്ട്. മഴ നോക്കണേ, നമ്മുടെ തിരുനെൽവേലി എത്തിയിട്ട് മഴയ്ക്ക് കുറവില്ല. സുഖമുണ്ടോ? ഇല്ല സിനി, ഇപ്പൊ നമ്മള് ഗ്ലാസ് മൊത്തം മറ്റേ ഇത് അടിച്ചിട്ടുണ്ട്. ആന്റി ഗ്ലെയറും ഇതൊക്കെ വെച്ചിട്ടുള്ള പേപ്പർ എല്ലാം ഒട്ടിച്ചു. അത് കാരണം എത്ര വെയിലാണെങ്കിലും ചൂടടിക്കത്തില്ല. ചൂടടിക്കത്തില്ല. തന്നെ അല്ല, നമുക്ക് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് വരുമ്പോ രാത്രിയിലേക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ്. ലൈറ്റ് അടിക്കത്തില്ല കണ്ണിലോട്ട്. അതായത് നമ്മുടെ 70% ലൈറ്റ് കടക്കണം, അങ്ങനെയാണ് പുതിയ നിയമം. ഫ്രണ്ട് ഗ്ലാസ്സിന് 70% ലൈറ്റ് കിടക്കണം, സൈഡ് ഗ്ലാസുകൾക്ക് 50% ലൈറ്റ് ഉള്ളിൽ കിടക്കണം. ആ രീതിയിലുള്ള പേപ്പർ ഒട്ടിക്കാം, മനസ്സിലായോ? ആ രീതിയിലുള്ള പേപ്പർ കടക്കുന്നുണ്ടോന്ന് അറിയണമെന്ന് വെയിൽ വരട്ടെ. ഇന്ത്യയുടെ വടക്ക് തെക്ക് ഇടനാഴികളെ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ 44 മൊത്തത്തിൽ 3745 കിലോമീറ്റർ നീളമുണ്ട്. പുൽവാമ ഭീകരാക്രമണം നടന്നത് നാഷണൽ ഹൈവേ 44 വെച്ചായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാതയായ ചനാനി നഷ്രി തുരങ്കം ഈ ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ശിവകാശിക്ക് പോകുന്ന റോഡ്. നേരെ പോകുന്നതുകൊണ്ട് അടുത്ത എത്രാമത്തെ ബൂത്ത് നമ്മള്? എത്രാമത്തെ ടോൾ ബൂത്ത് ആണോ? നാലാമത്തേത്. ഇത് ടോൾ ബൂത്ത് ആണെങ്കിൽ നാലാമത്തെ ആണോ? ആ. ഇത്രയും റോഡ് നന്നായിട്ടും വീണ്ടും അല്ലേ വണ്ടികൾ എതിരെ വരുമോ? ഒരു പ്രശ്നം നോക്കി, എന്ത് സുഖം അവിടെ വണ്ടി ഓടിക്കാം അല്ലേ. നമ്മുടെ കേരളമാണെങ്കിലോ നോക്കിക്കോട്ടെ, നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോ സിനി ഉണ്ടെങ്കിൽ കേരളത്തിൽ കയറുമ്പോ നോക്കിക്കോളൂ തന്നെ പറയും. എന്തൊരു ഇതോ നാടൊന്നും. ഈ നാടൊക്കെ വിട്ടിട്ട് നമുക്ക് ഇവിടെ കാണാൻ വന്നാലോ പുള്ളശ്ശേരി? എനിക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നല്ല ആളുകൾ പിള്ളേർ പുതിയ തലമുറ കംപ്ലീറ്റ് കേരളം ഒഴിവായി പോവുക. അവർക്കാരും കേരളം വേണ്ട, വിദേശ രാജ്യങ്ങളിലോട്ടും കേരളം വിട്ടൊക്കെ പോവുകയാണ്. ഇപ്പൊ കേരളത്തിലേക്ക് വരുന്ന ബംഗാളികളും ബീഹാറികളും ഒക്കെയാണ് അവര് വരുന്നത്. അവർക്ക് അവരുടെ ഗൾഫാണ്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിരുന്നു ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരുന്നത്. ബീഹാറിൽ നിന്ന് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ആരും വരുന്നില്ല. ഇവിടെ തമിഴന്മാരെ പോലും കിട്ടുന്നില്ല. തമിഴന്മാരുടെ കടകളൊക്കെ ഇപ്പൊ നടത്തുന്നത് ബീഹാറികളാണ്, ബംഗാളികളും ഒക്കെ. ഒരു വണ്ടി പോയി കണ്ടു. ക്രോസ് ചെയ്തു ഓവർടേക്ക്. അയ്യോ, നമ്മളെവിടെ ആണേലും ഓരോരുത്തരെയും ചീത്തയും കൂടെ വിളിക്കും മുല്ലശ്ശേരി. വിളിക്കും. എന്നിട്ട് ഈ ട്രാഫിക് നിറയെ വണ്ടികൾ വരുമ്പോഴത്തേക്കാണ് നമുക്ക് വേഗം 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 പോകണമെന്നുള്ള തോന്നുന്നില്ല. കാര്യം അവരുടെ മുമ്പിൽ പോകണം. കാര്യം എന്താ വെച്ചാൽ അവരിങ്ങനെ ബ്രേക്ക് ചവിട്ടും, ഇടത്തോട്ട് തിരിയും, വലത്തോട്ട് തിരിയും. അതിനൊപ്പിച്ച് നമ്മൾ പോയിട്ട് വരും. അപ്പോഴാണ് നമുക്ക് ഈ ടെൻഷൻ ഉണ്ടാവും. ഇവിടെ 40-50 പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് പോകാം. കാര്യം അതെല്ലാം മുമ്പിലൊരു വണ്ടി ഉണ്ട്, അവിടെ 40 പോകും, പെട്ടെന്ന് നമ്മളിങ്ങനെ നമുക്ക് ടെൻഷൻ തന്നുകൊണ്ടിരിക്കും മുമ്പ് പോകുന്ന വണ്ടി. അതുകൊണ്ട് നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കും, വീണ്ടും ഓവർടേക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് നമുക്ക് ടെൻഷൻ തരും. നിങ്ങൾ അവർക്കും ടെൻഷൻ കൊടുക്കുന്ന കാര്യമെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഇങ്ങനെ നിറയെ വണ്ടികൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അവസാനം സഖി കേട്ട് അവരോട് കാണിക്കുന്നേ ഇങ്ങനെ. ഞാൻ പറഞ്ഞു റാംകോ 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 നമ്മൾ ദൂരേന്ന് കേട്ട സംഭവമായിരുന്നു. ഈ സ്ഥലത്തിന്റെ പേരാണ് ഉസ്ലാംപെട്ടി കേട്ടോ. ഉസ്ലാംപെട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഉസ്ലാംപെട്ടി എന്നുള്ള സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഉറക്കപ്പുറ ആർക്കെങ്കിലും അറിയാമോ? 1, 2, 3 ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ല.
ഉസ്ലാം പെട്ടി എന്ന് പറയുന്നത് ഒരു പാട്ടില്ലേ, ആ അതുകൊണ്ടെന്നറിയാം, പെൺകുട്ടി, അതുകൊണ്ടാ നമുക്കറിയാം. അതല്ല അതിനെപ്പറ്റി പറയാണ്. ഉസ്ലാം പെട്ടി പെൺകുട്ടി മുത്തുപേച്ച് ഒരു പാട്ടില്ലേ, ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? ഉസ്ലാം പെട്ടി എന്ന് പറയുന്ന ഗ്രാമത്തില്, ഈ ഗ്രാമത്തില് പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ ശ്വാസം മുട്ടിച്ചോ തലക്കടിച്ചോ കൊല്ലും. അയ്യോ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ വളരെ പ്രശസ്തമാണ് ഇവിടെ. ഒരു ഗ്രാമം മൊത്തം അങ്ങനെയാണ്. അമ്മയ്ക്ക് എന്തോ ഒരു ഓർമ്മ വരുന്നു അതേപ്പറ്റി ഇല്ലേ അമ്മേ? അമ്മ പറഞ്ഞായിരുന്നു എന്തോ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സംഭവമാണ്. അതിനാണ് അപ്പൊ ഉസ്ലാം പെട്ടി പെൺകുട്ടി. അപ്പൊ അതിനെ പറ്റി വലിയ സാമൂഹ്യ സംഘടനകളിലും രാഷ്ട്രീയക്കാരും ഒക്കെ ഇടപെടുകയും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ആ ഗ്രാമത്തിലുള്ളവരുടെ അടുത്ത് പറയുകയും പിന്നെ നിരോധിക്കുകയും, അങ്ങനെ നിരോധിച്ചാലും ഇപ്പോഴും അങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർ കൊന്നുകളയും. തല ഒന്ന് കണ്ടിരുന്നേ കൊള്ളായിരുന്നില്ലേ ആ ഗ്രാമം അല്ലേ? നമുക്ക് ആ ഗ്രാമത്തിൽ പോവാം. കാണാൻ ഒരു ഇഷ്ടം തോന്നിയില്ലേ ഇപ്പൊ? അത് ഇല്ലേ അമ്മേ? ഈ ഉസ്ലാം പെട്ടി പെൺകുട്ടി എന്നുള്ളത് എന്താണെന്നറിയാം, തല്ലിക്കൊല്ലുന്നത്. പിന്നെ അവർക്ക് ഒരുപാട് സ്ത്രീധനമുണ്ട്. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നിടം വരെ എല്ലാ ചെലവുകളും അമ്മ വീട്ടുകാർ വേണം എടുക്കാം. പെണ്ണിൻ്റെ ആ ഭർത്താവിനും പെണ്ണിൻ്റെ ഭർത്താവിനും പെണ്ണിനും ഒക്കെ കൊടുക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്കല്ല, ചെറുക്കന്റെ വീട്ടുകാർക്ക് പെണ്ണ് വീട്ടുകാരെല്ലാം കൊടുക്കണം. അതുകൊണ്ടായിരിക്കും പെമ്പിള്ളായി തല്ലിക്കൊല്ലുന്നത്. അമ്പോ ചെലവോർത്ത് തല്ലിക്കൊള്ളുന്ന. അയ്യോ കുട്ടായി ഒന്നും പറയണില്ലല്ലോ കുട്ടായിയെ, ഇതിനൊക്കെ മറുപടി ഒന്നും പറയാതെ. ഈ ചെലവ് ചില്ലറ കാര്യമാണോ? അയ്യോ ഞാനത് പ്രതീക്ഷിച്ചു. തല്ലിക്കൊല്ലുന്ന അതുകൊണ്ടാ. അയ്യോ തുണി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊടുത്തോണ്ടിരിക്കണം. പിന്നല്ല ഇതിപ്പോ തല്ലിക്കൊല്ലുന്നല്ലേ അമ്മേ? ഒന്നും കൊടുക്കണ്ടല്ലോ. ആ ഒരു നിമിഷം നേരത്തെ കാര്യമല്ലോ അല്ലേ കുട്ടായി? എന്താന്ന് പറയാനേ? എന്നാലും അങ്ങനെ മിണ്ടായിരിക്കുന്നത് ശരിയല്ലല്ലോ. ചെലവിന്റെ കാര്യമാണ് പറഞ്ഞത്, ചില്ലറ കാര്യമല്ല. ചെലവിന്റെ കാര്യം പറഞ്ഞ പെണ്ണുപിള്ളെ ഷോക്ക് എടുപ്പിക്കാതെ എല്ലാം ചെലവാണ്. നമ്മളിപ്പോ എവിടെ എത്തി? ഏത് സ്ഥലത്തെത്തി? ഓ മധുരയിലെത്തി. മധുരപ്പാലം. ഇതാണ് മധുരപ്പാലം. ഇത്ര മധുരമൊന്നും എനിക്ക് തോന്നിയില്ല. മധുരപ്പാലം. മധുരപ്പാലം. ലോറികളെല്ലാരും കൂടെ കാപ്പി കുടിക്കാൻ കിടക്കുക. നോക്ക്, ലോറികളുടെ ഘോഷയാത്ര. ടാറ്റയുടെ സർവീസ് സെന്റർ. ഞാനവിടെ വണ്ടി ഇപ്പോൾ സർവീസിന് കൊണ്ട് ചെന്നപ്പോഴേ, അപ്പോൾ അവിടെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ആവശ്യം, പുള്ളിക്കാരൻ പറഞ്ഞതെന്നറിയാമോ? ഇന്ത്യ മുഴുവനും ഏറ്റവും അധികം സർവീസ് സെന്ററുള്ള വാഹനം ടാറ്റയുടെയാണ്, മാരുതിയുടെയും. ടാറ്റയുടെ മാരുതിയുടെ വാഹനങ്ങൾക്കാണ് ഏറ്റവും അധികം സർവീസ് സെന്ററുകളുള്ളത്. അത് കാരണം ധൈര്യമായിട്ട് വയ്ക്കോ. ഞാൻ സർവീസിന് നിന്നപ്പോഴത്തേക്കേ ചെയ്തായിരുന്നു. ഞാൻ എന്തെങ്കിലും ആവശ്യം വഴി വന്നു കഴിഞ്ഞാല് പുള്ളി പറഞ്ഞു, ഇന്ത്യയിൽ എവിടെ നിങ്ങൾ നോക്കിയോ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഒരു സർവീസ് സെന്റർ ടാറ്റയുടെ കാണുമോ? ശരിയാ, കറക്റ്റാ. ഞങ്ങള് ഇതുപോലെ തന്നെ മറ്റേ ആൾ ഇന്ത്യ ടൂർ പോയില്ലേ 5 വർഷം മുമ്പ്? അന്നേരം പോയ സമയത്ത് ഇങ്ങനെ ഡസ്റ്ററായിരുന്നു. ഡസ്റ്റർ കൊണ്ട് പോയപ്പോൾ ഇതുപോലെ തന്നെ വാഗാ ബോർഡറിന് തൊട്ട് മുമ്പ്, മറ്റേ ബോർഡറിൽ അമൃത്സർ കഴിഞ്ഞിട്ട് വാഗാ ബോർഡറിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡില് ഡസ്റ്ററിന്റെ സർവീസ് സെന്റർ. ഞെട്ടിപ്പോയി അവിടെ. യാത്രയിൽ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഭാര്യയാണ്. യാത്രയുടെ തുടക്കം മുതൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അത് ഒടുവിൽ വഴക്കായി മാറി. എനിക്ക് ആ സൗകര്യം പറ്റത്തില്ലെന്ന്. ഇളക്കി കഴിഞ്ഞാലേ
ഇരിക്കുന്ന സാധനം ഇളക്കാനാ പറയുന്നത്. അതിന്റെ കൂടെ വെയിറ്റ് എന്തിനാ കൈ പിടിക്കുന്നത്? അനന്തരം ഞാൻ നിശബ്ദനായി. 2 കൈയും കൊണ്ടടിച്ചാലേ ശബ്ദം കേൾക്കൂ. മമനം, വിദ്വാന, ഭൂഷണം തുടങ്ങിയ സൂക്തങ്ങൾ മനസ്സിലോർത്ത് ശ്രദ്ധയോടെ കാർ ഓടിച്ചുകൊണ്ടേയിരുന്നു.